ബിഗ് ബോസ് സീസൺ 6 എനിക്ക് തോന്നുന്നു ഇതുവരെ മലയാളത്തിൽ ഇറങ്ങിയതിൽ വേസ്റ്റ് സീരീസ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. അതായത് പുഴുത്ത് നാറിയ സീരീസ്. ഇന്നലെ അഖിൽമാരാർ ലൈവിൽ ഇന്നലെ ആദ്യം ഒരു ലൈവ് വന്നു, രണ്ടാമത് ലൈവ് വന്നു, ഇന്നിപ്പം വീണ്ടും ഒരു ലൈവ് വന്നിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെ കുറച്ചും കൂടെ ക്ലിയർ ചെയ്യാനായിട്ട്. അഖിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലും റോബിനും പറഞ്ഞത് രണ്ട് കാര്യമാണ്. ആക്ച്വലി അത് രണ്ട് കാര്യമാണ്. അഖിൽ പറഞ്ഞത് ഷോയെ പറ്റിയ ഷോ നിർത്തണമെന്നൊന്നുമല്ല പറഞ്ഞത്. ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന 2 പേര് കാണിക്കുന്നത് അന്തയില്ലായ്മ പറ്റിയാണ് അഖിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് സ്ത്രീകളെ യൂസ് ചെയ്യുന്നു, അവരുടെ കൊടുക്കുന്ന പ്രോഫിറ്റിൻ്റെ ഷെയർ വാങ്ങുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഈ ഒരു ഷോ ഇപ്പോൾ പോകുന്നത് ഇവരുടെ ഈ 2 ആളുകളുടെ താല്പര്യത്തിനാണ് എന്നുള്ള രീതിയിലാണ് അഖിൽ സംസാരിച്ചത്. അഖിലിൻ്റെ തെളിവുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഈ ഒരു ഷോ ഇപ്പോൾ പോകുന്നൊരു സിറ്റുവേഷനിൽ ഇത് ബെസ്റ്റായിട്ടൊന്നുമല്ല പോകുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പ്രേക്ഷകർ നല്ലതെന്ന് പറയുന്ന പല കണ്ടസ്റ്റൻസിനെ അവിടെ അഴിച്ചതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ വേണ്ടാതെ കളഞ്ഞ പല ആളുകളെയും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ഷോയിലേക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗസ്റ്റിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ട്, പല നല്ല ആളുകളുണ്ട്. അതായത് ഈ ഒരു സീസണിൽ നിന്ന് പുറത്തായി പോയ ഒരാളെ തന്നെ, അത് ഫസ്റ്റ് വീക്കിൽ പുറത്തായ ആളെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യകത എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ലേ ആ ഒരു യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ പറയുന്നത് ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള സീസണുകളിലും ചിലരെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സീസണിൽ അഖിലിന് കൊടുത്ത ശമ്പളത്തേക്കാൾ 3 ഇരട്ടി ശമ്പളം കൊടുത്ത, അഖിലിന് അത്രയും പോലും സ്റ്റാർ വാല്യൂ ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്ന് കുറേ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഈ ഒരു ലൈവ് വന്നതിന് ശേഷം റോബിൻ കുറേ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോബിൻ പറഞ്ഞതായിരുന്നു ശരി, എഡിറ്റ് ചെയ്ത സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ. അപ്പം അതിനുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷോ ആകുമ്പം അവർക്ക് എഡിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അല്ലാതെ ഷോ ലൈവ് എന്താണോ നടക്കുന്നത് അതേപോലെ തന്നെ ചെയ്യണമെന്നില്ല, ഡെഫർ ചെയ്ത സാധനമാണ് വരുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് ആ ഒരു ജാസ്മിൻ ജിൻഡ അടിച്ച കേസ് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയും. സിബിൻ ആ ഒരു കാണിച്ച ആംഗ്യം വലിയ സംഭവമായിട്ട് എടുത്തു കൊണ്ടുവന്നതും അത് കഴിഞ്ഞ സീസണിലും അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സാഗറാണെന്ന് തോന്നുന്നു കാണിച്ചത്. അന്ന് ഇത്രയും പ്രശ്നമില്ലായിരുന്നു, ഈ ഒരു സീസണിൽ ഇത്രയും വലിയ പ്രശ്നമായത്. പിന്നെ സിബിൻ വന്ന സമയത്ത് അതായത് ഇവർ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. സിബിൻ ആ ഒരാഴ്ച നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ ഇവർ ഫേവർ ചെയ്യുന്ന ചില കണ്ടസ്റ്റൻസിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടോ അവർ ചിലപ്പം ഇതിൻ്റെ ഈ ഒരു വലയിൽ വീണ് പുറത്തായാലോ എന്നുള്ള പേടി കൊണ്ടോ ആയിരിക്കാം സിബിനെ ഒരു മാനസിക രോഗിയായിട്ട് ചിത്രീകരിച്ചിട്ട്. അതായത് ഇപ്പം അതിപ്പോൾ ആരായാലും ഒരു വലിയ സങ്കടം നമുക്ക് വരുമ്പോൾ നമ്മളും പറയും നമുക്ക് പുറത്ത് പോകണം എന്നൊക്കെ പറയും. പക്ഷേ അതൊരു മാനസിക രോഗം കൊണ്ടൊന്നുമല്ലോ, ചെറിയൊരു വിഷമം വന്നുമ്പോൾ പറയുന്നതാണ്. കാരണം അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനൊരു മാനസിക രോഗിയായിട്ട് ചിത്രീകരിച്ച് സിബിനെ പുറത്താക്കുക, അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ ജാസ്മിനെ ഫേവർ ചെയ്തിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. ജാസ്മിന് കത്ത് കൊടുത്തിട്ടുണ്ട്, ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. സിബിൻ്റെ അച്ഛന് ബൈപ്പാസ് കഴിഞ്ഞിട്ട് പോലും സിബിനെ അത് അറിയിച്ചിട്ടില്ല ബിഗ് ബോസ് ഷോ. അതേപോലെ തന്നെ അഭിഷേക് എസ് ആദ്യം വന്ന ദിവസം തന്നെ തീയായിട്ടാണ് വന്നത്. അത് ആദ്യമേ ഒരു മഞ്ഞക്കാട് കൊടുത്ത് തല്ലി എനിക്ക് എഴുതി. അതായത് അഭിഷേകിനെ പിന്നെ കൺട്രോൾ ചെയ്ത് സംസാരിക്കണം എന്നുള്ള രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോയിൽ കൺട്രോൾ ഇല്ലാതെ പോയത് റോക്കിക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് റോക്കി സിജോയെ ഇടിച്ചതും. പിന്നെ ഈ ഒരു ഷോ ബെസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഒരു 6 വൈൽഡ് കാർഡിനെ ഒരുമിച്ച് കയറ്റി വിട്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 50ാമത്തെ ദിവസം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നില്ല ലാലേട്ടൻ, ഇത് ജനങ്ങൾക്കിടയിലെ ഒരു തരംഗമായിരിക്കുന്ന ഒരു ഷോയാണ്, വലിയ സംഭവമാണ്, കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിനാണ് 6 വൈൽഡ് കാർഡിനെ കൊണ്ടുവന്നത്? ഈ 50ാമത്തെ ദിവസം ഇത്രയും കാട്ടിക്കൂട്ടലുകളൊക്കെ കാട്ടിക്കൂട്ടിയത്. ഇന്നലത്തെ ഒരു എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഭയങ്കര ഷോക്ക് എപ്പിസോഡായിരുന്നു, ഭയങ്കര മോശം എപ്പിസോഡായിരുന്നു. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെയോ ഫേവർ ചെയ്തിട്ട് ചില ആളുകൾ ഇവിടെ കളിക്കുന്നുള്ളതായിട്ട്, അല്ലെങ്കിൽ ഈ ഷോ നടത്തുന്ന ആളുകൾ, അതായത് നമ്മളൊരു ഷോ നടത്തുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആളുകളെ പിക്ചറൈസ് ചെയ്യാം എഡിറ്റിങ്ങിലൂടെ. അതെങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ ഔട്ട് പോകണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പം അവരാരെയോ വിന്നറാക്കാൻ വേണ്ടിയിട്ട് ഫേവർ ചെയ്ത് കളിക്കുന്ന ഒരു ഷോ ആയിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇതൊരു വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഫൈനലിൽ വോട്ടാർക്കാണോ കൂടുതൽ അവർ ജയിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ ആരെയാണോ ആദ്യമേ ആര് ജയിക്കണം എന്നാണോ വിചാരിക്കുന്നത് അവർ ജയിക്കും. എന്തായാലും നമുക്ക് ഒരു ഫൈനൽ കഴിയുമ്പോൾ അത് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന ആളാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷോ ഒരു പ്രേക്ഷകർക്ക് വാല്യൂം കൊടുക്കാത്ത ഷോ ആയിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയേണ്ടി വരും.